പ്ലംസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമുക്ക് +1 രണ്ടാമത്തെ പബ്ലിക് എക്സാം ആയിരുന്നു, സെക്കൻഡ് ലാംഗ്വേജിൻ്റെ പബ്ലിക് എക്സാം. ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് എടുത്തിട്ടുണ്ടായിരുന്നത് ഹിന്ദിയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. ഇതിൽ ഈ ഫസ്റ്റത്തെ സെക്ഷനിലൊക്കെ അത്യാവശ്യം എനിക്ക് കുഴപ്പമില്ലാണ്ട് എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് വലിയ സീനില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇത് കേട്ടോ. അത്യാവശ്യം നല്ല, അതായത് വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. എനിക്കിതിൽ കുറച്ചെങ്കിൽ പണിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഈ 18ാമത്തെ ക്വസ്റ്റ്യനാണ്, സമക്ഷേപൻ്റെ ക്വസ്റ്റ്യന്. അതെനിക്ക് എനിക്ക് എത്ര പ്രാവശ്യം ചെയ്ത് പഠിച്ചാലും ആ ഒരു സംഗതി കുറച്ച് ഡിഫിക്കൽട്ടായിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതെനിക്ക് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ 25ാമത്തെ ക്വസ്റ്റ്യനിൽ ഈ സേവിനും ഷെയറിനും, അതായത് അത് ഞാൻ നല്ല വൃത്തിക്ക് പഠിക്കാത്തതിൻ്റെ വന്ന മിസ്റ്റേക്കാണ്. ഈ സഹേൻജയും എന്നുള്ളതും പിന്നെ സാജാക്കരയും, ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷനായി കളിച്ച് പിന്നെ നല്ലപോലെ ആലോചിച്ചിട്ട് എഴുതി വെച്ച് പിന്നെ ബുക്ക് എടുത്ത് നോക്കി എക്സാം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ രണ്ടും കറക്റ്റ് ആയിട്ടുണ്ട് ഈ ഭാഗം. എനിക്ക് ആദ്യം നല്ല പേടിയുണ്ടായിരുന്നു അത് രണ്ടും തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ടാവുന്നു, ഒറ്റയടിക്ക് 2 മാർക്കും പോവുമല്ലോ അതുകൊണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തേന് ആൻസർ വരുന്നത് ഞാൻ എഴുതിയിട്ടുള്ളത് ആകാശാണ്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യന് ഉദയപ്രകാശാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യന് എഴുതിയിട്ടുള്ളത് ഗൂഢാത്മിയാണ് എഴുതിയിട്ടുണ്ടേനെ. 4ാമത്തേത് കവിതയാണ്. 5ാമത്തേന്ന് പറഞ്ഞാൽ ബീർബൽ സിംഗ് ആണ്. പിന്നെ ഇതിൽ 6ാമത്തെ ക്വസ്റ്റ്യനും 8ാമത്തെ ക്വസ്റ്റ്യനുമാണ് ഞാൻ ഈ ഒരു, പിന്നെ 6 തൊട്ട് 8 വരെ ഉള്ളതിൽ 2 അറ്റൻഡ് ചെയ്യാനുള്ളതിൽ 6ഉം 8ഉമാണ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 7ാമത്തേത് എനിക്ക് ബാക്കി കുറേ സമയം ഉണ്ടായിരുന്നു. ഞാൻ ഇംഗ്ലീഷിന് സമയമില്ലാണ്ടായപ്പം ഞാൻ വിചാരിച്ച് ഹിന്ദിക്കും ചിലപ്പോൾ സമയം ഉണ്ടാവില്ല എന്ന്. അപ്പോൾ നല്ല സ്പീഡിലായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. ബാക്കി എനിക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ 7ാമത്തെ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ 8ാമത്തെ ക്വസ്റ്റ്യനിൽ എനിക്ക് ഇബ്രാഹിം അലി എന്നുള്ളത് ഒരുമിച്ചാണോ എഴുതേണ്ടി അല്ലെങ്കിൽ വിട്ടിട്ടാണോ എഴുതേണ്ടി എനിക്ക് അത്ര ഓർമ്മ കിട്ടിയില്ല. അപ്പോൾ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ 5ാമത്തെ ക്വസ്റ്റ്യനിൽ ഇബ്രാഹിം അലി വിട്ടിട്ടാണല്ലോ എഴുതിയത്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് വിട്ടിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആദ്യം അത് വിട്ടിട്ടാണോ അല്ലെങ്കിൽ ഒരുമിച്ചാണോ എഴുതേണ്ടതെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു. പിന്നെ ഇതായി പത്തർക്കി ബെഞ്ചിൻ്റെ ആസ്വാദന ടിപ്പണിയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് അത്യാവശ്യം ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ 9ാമത്തെ ക്വസ്റ്റ്യനും 10ാമത്തെ ക്വസ്റ്റ്യനൊക്കെ അതൊക്കെ അറ്റൻഡ് ചെയ്ത്. പിന്നെ 12 മുതൽ 16 വരെ ഉള്ളതിൽ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയത് ഈ ഒരു സെക്ഷനും, അതായത് ഈ വേർഡ് പിരമിഡിൻ്റെ സെക്ഷനും ഈ പ്രൊഫൈലും പിന്നെ ഈ മാച്ച് ദ ഫോളോയിങ്ങും ആണ് എനിക്ക് സിമ്പിളായിട്ട് തോന്നിയിട്ടുണ്ടേനെ. പിന്നെ എക്സാം കഴിഞ്ഞ് ബാക്കി സമയം ഉള്ളതുകൊണ്ട് ഞാൻ ബഡേബായിൻ്റെ ക്യാരക്ടർ സ്കെച്ചും ദോഹയും അറ്റൻഡ് ചെയ്തിട്ടുണ്ടേനും. കാരണം എനിക്ക് സമയം ഉള്ളതുകൊണ്ട് ഞാനത് 2 അറ്റൻഡ് ചെയ്തു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഗദ്ദാംശിൻ്റെ സംഗതി എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഇതിന് ഈ ഹെഡിങ് കൊടുക്കണം എന്നുള്ള കാര്യം എനിക്ക് അത്രയും ഓർമ്മയില്ല, അത് വൃത്തിക്ക് ചെയ്യാനും അത്ര ഐഡിയ ഇല്ലേനു. പിന്നെ പേപ്പർ കൊടുക്കുന്നതിന് കുറച്ച് നേരം മുമ്പാണ് എനിക്ക് ഹെഡിങ്ങിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ വേഗം ഹെഡിങ് എഴുതിയിട്ടുണ്ടേനും. പിന്നെ ഇതിലുള്ളത്, പിന്നെ ഞാൻ ഈ 19 മുതൽ 22 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ഈ പോസ്റ്ററിൻ്റെ ക്വസ്റ്റ്യന്, പിന്നെ ഡയറി, പിന്നെ മറ്റേ ട്രാൻസ്ലേഷനാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം പിന്നെ എനിക്ക് സമയമുള്ളതുകൊണ്ട് ഞാൻ ആ ബാത്ഷീറ്റും കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ 23 മുതൽ 26 വരെയുള്ള ക്വസ്റ്റ്യനാണ്. അതിൽ ഞാൻ വിജ്ഞാപനം എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫിലിമി സമീക്ഷ ഞാൻ പഠിച്ചിട്ടില്ലേനു, അപ്പോൾ എനിക്കത് ഓർമ്മയില്ല. ഒന്നാമത്തെ കാര്യം ഞാനത് മോഡലിലേക്ക് വേണ്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ വായിച്ചു നോക്കിയില്ല. അതിന് ശേഷം പബ്ലിക്കിനേക്ക് വേണ്ടി ഞാൻ സാധനം പഠിച്ചിട്ടേ ഇല്ലേനു. പിന്നെ അതിലെന്ന് പറഞ്ഞാൽ ഈ നിർദ്ദേശകൻ്റെ പേര് ഇങ്ങനത്തെ സാധനം എനിക്ക് ഓർമ്മയിൽ അത്ര നിൽക്കാൻ ചാൻസ് ഇല്ല എന്ന് അറിയണതുകൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല, അത് പഠിച്ചില്ല. ഹിന്ദിക്ക് അത്യാവശ്യം ലാംഗ്വേജ് ഉണ്ട്, അപ്പം ഞാൻ ബാക്കിയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യാൻ കൂടുതലും നോക്കൽ. പിന്നെ ഈ 25ാമത്തെ ക്വസ്റ്റ്യനിൽ ടെക്നിക്കൽ ടെർമിനോളജി അത് മൊത്തം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് അത് ഫുള്ളും കറക്റ്റായിട്ടുണ്ട്. എനിക്ക് 2 എണ്ണത്തിന് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ 26ാമത്തെ ക്വസ്റ്റ്യന് നമ്മളേത് സൂചന അധികാർ പത്ര അതില്ലേ, അതാണ് സൂചന അധികാർ പത്ര, അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 3ആണ് ഈ സെക്ഷനിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. ഫിലിമി സമീക്ഷ ഞാൻ എഴുതിയിട്ടില്ല. ഫിലിമി സമീക്ഷ ഒഴികെ ബാക്കിയുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റൻഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എക്സാം ആയിരുന്നു. ഇംഗ്ലീഷൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഇംഗ്ലീഷൊന്നും തീരെ അതായത് ക്വസ്റ്റ്യൻസിന് വന്ന് നല്ല ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഹിന്ദീൻ്റെ പാറ്റേണും മാറാൻ ചിലപ്പം ചാൻസ് ഉണ്ടെന്ന്. പിന്നെ അധികം എല്ലാവരും വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ക്യാരക്ടർ സ്കെച്ച് വരാൻ കൂടുതൽ ചാൻസും ഇബ്രാഹിം അലി പിന്നെ ബീർബൽ സിംഗ്. അപ്പോൾ ഇവർ രണ്ടാളെ ക്യാരക്ടർ സ്കെച്ച് ഓൾമോസ്റ്റ് എല്ലാവരും നല്ല വൃത്തിക്ക് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ചോദിച്ചത് ബഡേബായിൻ്റെതായിരുന്നു. അപ്പോൾ ബഡേബായിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ഞാൻ അത്യാവശ്യം നോക്കിയതുകൊണ്ട് എനിക്ക് അതും എഴുതാൻ പറ്റിയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാണ്ട് എക്സാം എഴുതാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ കുഴപ്പിച്ച ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ 18ാമത്തെ സമക്ഷേപണം, പിന്നെ ഈ 25ാമത്തെ ക്വസ്റ്റ്യനിലെ 2 വേർഡ്സുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗട്ട് ഉണ്ടേനെ. സമക്ഷേപണം ഇപ്പോഴും എനിക്ക് നല്ല വൃത്തിക്ക് അതിങ്ങനെ ഇത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ HSS ലൈവിൽ ഒരു സോൾഡ് ആൻസർ ബാങ്ക് ഇടണം
വരുന്ന സമയത്ത് അത് നോക്കേണ്ടി വരും. അൺഒഫീഷ്യൽ മോഡലല്ലേ ഇപ്പോൾ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ തൽക്കാലം അത് നോക്കേണ്ടി വരും. ഞാൻ ഇങ്ങനെയൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾ എങ്ങനെയാണ് എഴുതിയത്, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ട് ഈ എക്സാം എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.